നമസ്കാരം. നാം ഏവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് ആസ്മ. ഇന്ത്യയിൽ തന്നെ ഏകദേശം 5 മുതൽ 10% ആളുകൾക്ക് ആസ്മയുണ്ട്. ആസ്മ പ്രധാനമായും കുട്ടികളിലും അതുപോലെ തന്നെ പ്രായമായവരിലും കണ്ടുവരുന്നുണ്ട്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആസ്മ വ്യാപകമായി നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നുണ്ട്. ഈ രോഗത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്ന് നമ്മുടെ വായുവിൽ ഉള്ള മാലിന്യങ്ങളാണ്. സാധാരണഗതിയിൽ വായുവിൽ കാണുന്ന പൊടിയും പുകയും മറ്റു മാലിന്യങ്ങളും ആസ്മ ഉണ്ടാക്കുവാനുള്ള ഒരു പ്രധാന കാരണമായിട്ടാണ് നാം കാണപ്പെടുന്നത്. കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനവും അതുപോലെ തന്നെ ആസ്മ വരാൻ സാധ്യതയുള്ള വ്യക്തികൾക്ക് പാരമ്പര്യമായി സിദ്ധിക്കുന്ന എട്ടോപ്പി എന്ന ആരോഗ്യ പ്രശ്നവും ആസ്മ വർദ്ധിക്കുവാൻ കാരണമാണ്. നമ്മുടെ സമൂഹത്തിൽ ഏകദേശം ഈ എറ്റോപ്പിക് ഇൻഡ്യൂഡേഴ്സ് പറഞ്ഞാൽ അലർജി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ആളുകളുടെ പെർസെൻറ്റേജ് 30 മുതൽ 40% വരെ വരും. ഈ വ്യക്തികൾ എപ്പോഴെങ്കിലും അവരുമായിട്ട് ഇടപെടുന്ന അന്തരീക്ഷത്തിന്റെ സാഹചര്യങ്ങളിൽ ചെന്ന് പെടുകയാണെങ്കിൽ സാധാരണ മറ്റുള്ളവർക്ക് പ്രശ്നമല്ലാത്ത പല വസ്തുക്കളും ഇവരുടെ ശരീരത്തിൽ അമിതമായി IgE ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ IgE ആന്റിബോഡി അന്തരീക്ഷത്തിൽ കാണുന്ന മറ്റ് പദാർത്ഥങ്ങളുമായിട്ട് റിയാക്ട് ചെയ്താണ് ഈ അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്നത്. ഈ അലർജിക് റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് കൂടുതൽ ആളുകൾക്കും ആസ്മ ഉണ്ടാകുന്നത്. അലർജി ഇല്ലാതെയും ആസ്മ വരാം. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് അലർജി സംബന്ധമായ ആസ്മയാണ്. നമുക്കറിയാം, ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ എല്ലാ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വ്യവസായങ്ങളും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളിലൂടെയും വാഹനങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്ന മാലിന്യങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തെ മലിനീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷ മലിനീകരണം ഇതിൻ്റെ ഒരു പ്രധാന കാരണമാകാം. എന്നിരുന്നാലും പാരമ്പര്യമായി എറ്റോപ്പി ശ്രദ്ധിക്കപ്പെടുന്ന ആളുകൾക്കാണ് ആസ്മ കൂടുതലായി കാണുന്നത്. നമ്മുടെ സമൂഹത്തിൽ കുട്ടികളിൽ അമിതമായി ആസ്മ കാണുന്നുണ്ട്. ചെറുപ്രായത്തിലുണ്ടാകുന്ന ഈ ആസ്മ അവരിൽ ദൈനംദിനം വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു. പക്ഷേ പ്രായമാകും തോറും ആസ്മ ഒരു പരിധിവരെ കുറയാനും ചില കുട്ടികളിൽ അത് പൂർണ്ണമായിട്ട് ഒരു ശമനം ഉണ്ടാകുന്നതായും കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രായമായവരിലും ചില കാലഘട്ടങ്ങളിൽ ചില കാലാവസ്ഥയിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ആസ്മ ഉണ്ടാകുന്നുള്ളൂ. അല്ലാതെയുള്ള അവസ്ഥകളിൽ അവർക്ക് ആസ്മയുടെ ഒരു ശമനം കാണപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഒരു പൂർണ്ണമായ ഒരു ശമനം കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ ആസ്മ രോഗത്തിൽ കാണപ്പെടുന്നുള്ളൂ. ഈ ആസ്മയുടെ പ്രധാന രോഗലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ആസ്മ വരുന്ന വ്യക്തികൾക്ക് പ്രധാനമായിട്ടും ശ്വാസമുട്ടലാണ് കാണപ്പെടുന്നത്. ശ്വാസമുട്ടലിന് മുമ്പ് തന്നെ ചില വ്യക്തികൾക്ക് ചുമയും കാണാം. കൂടാതെ നെഞ്ച് വലിഞ്ഞു മുറുക്കൽ, നെഞ്ചിലെ കുറുകൽ, വീസിങ് പോലുള്ള ഒരു ശബ്ദം ശ്വാസമെടുക്കുമ്പോൾ പുറത്തു വരിക, ഇതൊക്കെയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. രോഗനിർണയം നടത്താനായി പല ടെസ്റ്റുകളും നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ ബ്ലഡ് ടെസ്റ്റിലൂടെയാണ് ഈ എറ്റോപ്പി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരിൽ ഈസിനോഫിലിയ അമിതമായി കാണപ്പെടുന്നു. അതുപോലെ തന്നെ IgE ആൻറ്റിബോഡീസ് അതിൻ്റെ അളവ് അമിതമായി കാണപ്പെടുകയാണെങ്കിൽ അലർജി മൂലമുള്ള ആസ്മ ഈ വ്യക്തിക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ മറ്റ് അസുഖങ്ങളൊന്നും കൊണ്ടല്ല ഈ രോഗമുണ്ടാകുന്നത്. കാര്യം നേരത്തെ പറഞ്ഞ പോലെ ചുമയും ശ്വാസം മുട്ടലും അനവധി ശ്വാസകോശ രോഗങ്ങളുടെ പ്രധാന ലക്ഷണങ്ങളാണ്. അത് ആസ്മ കൊണ്ട് മാത്രമാണ്, മറ്റു രോഗങ്ങളൊന്നും കൊണ്ടല്ല എന്ന് അറിയാനായിട്ട് എക്സ്റേ പരിശോധനയ്ക്ക് വിധേയമാകണം. ആസ്മ രോഗത്തിൻ്റെ നിർണയവും അതുപോലെ തന്നെ രോഗത്തിൻ്റെ കാഠിന്യവും മനസ്സിലാക്കാനായി ഉപയോഗിക്കുന്ന പ്രധാന ടെസ്റ്റാണ് സ്പൈറോമെട്രി. ഈ സ്പൈറോമെട്രിയിലൂടെ നമുക്ക് രോഗം നിർണ്ണയിക്കുക മാത്രമല്ല രോഗത്തിൻ്റെ കാഠിന്യവും മനസ്സിലാക്കാം. കൂടാതെ നമ്മൾ കൊടുക്കുന്ന മരുന്നിൽ എത്രത്തോളം രോഗിക്ക് ശമനം ഉണ്ടായി എന്നുള്ളതും ഈ സ്പൈറോമെട്രി ടെസ്റ്റിലൂടെ മനസ്സിലാക്കാം. ആസ്മ കണ്ടുപിടിക്കാനും രോഗത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കാനും എത്രത്തോളം രോഗം ട്രീറ്റ്മെൻറ്റിലൂടെ കുറഞ്ഞു എന്ന് മനസ്സിലാക്കാനും ഉപകരിക്കുന്ന ഒരു പ്രധാന ടെസ്റ്റാണ് സ്പൈറോമെട്രി. ആസ്മ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ശ്വാസനാളം ചുരുങ്ങുന്നതാണ്. ഈ ശ്വാസനാളത്തിൻ്റെ ചുരുക്കലിൻ്റെ അളവാണ് സ്പൈറോമെട്രിയിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഈ ചുരുങ്ങുന്ന ശ്വാസനാളത്തെ വികസിപ്പിക്കാനായിട്ടുള്ള മരുന്നുകളാണ് പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്നത്. അതാണ് ബ്രോങ്കോഡൈലേറ്റേഴ്സ്. പക്ഷേ ഈ അലർജിക് റിയാക്ഷൻ മൂലം ശ്വാസനാളത്തിൽ നീർക്കെട്ടി ആണ് ശ്വാസകോശത്തിൽ ഈ തടസ്സമുണ്ടാകുന്നത്. അപ്പോൾ ശ്വാസനാളം ചുരുങ്ങുകയും അതുപോലെ തന്നെ ശ്വാസനാളത്തിൻ്റെ പേശികളിൽ
ചുരുക്കം ഉണ്ടാകുന്നത് പോലെ തന്നെ അതിൻ്റെ മ്യൂക്കസ് മെംബ്രെയിനിൽ എഡീമ അല്ലെങ്കിൽ നീർ കെട്ടുകയും ചെയ്യുന്നു. ഇത് കാരണമാണ് മിക്കവാറും രോഗികൾക്ക് കഠിനമായ ആസ്മ ഉണ്ടാകുന്നത്. സോ ഈ നീർക്കെട്ടിന് പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കേണ്ട മരുന്ന് ബ്രോങ്കോ ഡയലേറ്റർ മരുന്ന് കൊടുക്കുന്നത് പോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്ന് കൊടുക്കണം. ഇപ്പോഴത്തെ ചികിത്സയിൽ സാധാരണഗതിയിൽ നമ്മൾ ഈ ബ്രോങ്കോ ഡയലേറ്റർ മരുന്നും ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നും കൂടെ ചേർത്ത് ഉള്ള ഇൻഹേലർ ചികിത്സയാണ് പ്രധാനമായും നിലവിലുള്ളത്. പണ്ടൊക്കെ നമ്മൾ ഗുളികകളും സിറപ്പുകളും മറ്റുമാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും ഇൻഹേലർ മരുന്നാണ്. ഇൻഹേലർ മരുന്നിൻ്റെ മെച്ചം വളരെ കുറഞ്ഞ അളവിൽ മെച്ചമായ രീതിയിൽ ആസ്മ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. സോ മരുന്ന് മൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് വളരെ തുച്ഛമാണ് നമ്മൾ ഇൻഹേലർ ഉപയോഗിച്ചാൽ. ആസ്മ പെട്ടെന്ന് കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്. അതുപോലെ തന്നെ ആസ്മ വരാതിരിക്കാനും അല്ലെങ്കിൽ പൂർണ്ണമായി നിയന്ത്രിച്ചിരിക്കാനുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ പ്രിവെൻറ്റേഴ്സും റിലീവേഴ്സും ഈ 2 ടൈപ്പ് മരുന്നുകളും കൂടി ചേർത്തുള്ള ഇൻഹേലറാണ് ഇപ്പോൾ വ്യാപകമായിട്ട് ഉള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ആസ്മയ്ക്ക് നിദാനമായ അലർജൻസ് നമ്മുടെ പരിസരത്തിൽ കാണുന്ന ഏതൊക്കെ വസ്തുക്കളാണ് ഒരു വ്യക്തിക്ക് ആസ്മ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ടെസ്റ്റാണ് സ്കിൻ ആൻറ്റിജൻ ടെസ്റ്റിംഗ്. സ്കിൻ ആൻറ്റിജൻ ടെസ്റ്റിങ്ങിലൂടെ ഏതൊക്കെ വസ്തുക്കളാണ് ഈ വ്യക്തിയിൽ രോഗസാധ്യത ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ വസ്തുക്കളെ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കാം. അതിലൂടെ ആസ്മ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നല്ലൊരു പരിധിവരെ ഒഴിവാക്കാനും പറ്റും. സ്കിൻ്റെ ആൻറ്റിജൻ ടെസ്റ്റിംഗ് ഇപ്പോൾ പല വിധത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ചില അവസ്ഥകളിൽ ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്കത് ഏതാണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കൺഫേം ചെയ്യാനായിട്ട് സ്കിൻ ആൻറ്റിജൻ ടെസ്റ്റിംഗ് ചെയ്യാം. ഈ ആൻറ്റിജൻ ടെസ്റ്റിങ്ങിലൂടെ വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നാമതായി നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്ത വസ്തുക്കളാണെങ്കിൽ അതിന് നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി എന്ന ചികിത്സയിലൂടെ പൂർണ്ണമായിട്ടും ശമിപ്പിക്കാൻ കഴിയും. ഇമ്മ്യൂണോതെറാപ്പിയിൽ ഉള്ള ഒരു പ്രധാന പ്രശ്നം, ഈ ഇമ്മ്യൂണോതെറാപ്പിയിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഐഡൻറ്റിഫൈ ചെയ്ത ആൻറ്റിജൻ അത് തന്നെ ആണ് വാക്സിനാക്കി കൊടുക്കുന്നത്. അപ്പോൾ വളരെ നേർത്ത രൂപത്തിലുള്ള വാക്സിൻ തുടക്കത്തിൽ കൊടുക്കും. കാലക്രമേണയാണ് അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടി ഒരു പൂർണ്ണതയിലെത്തുന്നത്. അത് ഏകദേശം ഒരു 2 മുതൽ 3 വർഷം വരെ നീണ്ട ചികിത്സയാണ്. അതുകൊണ്ടാണ് അധികം ആളുകളൊന്നും അത് എടുക്കാത്തത്. പക്ഷേ ഏറ്റവും മെച്ചമായ ഒരു ചികിത്സാ രീതി എന്ന് പറയാം. ആസ്മ ഉണ്ടാകുന്നവരിൽ മിക്കവാറും ഒരു 90% ആളുകൾക്ക് വരെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻഹേലർ ചികിത്സയിലൂടെ ഒരു പൂർണ്ണമായ ശമനം ലഭിക്കും. എന്നാൽ ഒരു 10 മുതൽ 12% ആളുകൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന ചികിത്സ പൂർണ്ണമായ ഒരു രോഗവിമുക്തി കൊടുക്കില്ല. അവർക്ക് നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് കൊടുക്കുന്ന ചികിത്സയാണ് ബയോളജിക്കൽസ്. പല രീതിയിലുള്ള ബയോളജിക്കൽ മരുന്നുകൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സുലഭമായി കിട്ടുന്നതാണ്. ഇത് മാസം തോറും ഇഞ്ചക്ഷൻ എടുക്കുക. ഈ ഇഞ്ചക്ഷനിലൂടെ ഈ പറഞ്ഞ അതിതീവ്രമായ ആസ്മയുള്ള വ്യക്തികൾക്ക് നല്ല രീതിയിലുള്ള ശമനം കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രധാന പ്രശ്നം ഈ ബയോളജിക്കൽ മരുന്നുകൾ, പല രീതിയിലുള്ള മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ്. പക്ഷേ അത് മാസം തോറും എടുക്കുകയും വേണം. അതിൻ്റെ കോസ്റ്റ്, അതാണ് ഒരു പ്രധാന പ്രശ്നം. അത് കാരണം അതിതീവ്ര ആസ്മയുള്ള പല വ്യക്തികൾക്കും ആ ചികിത്സ പൂർണ്ണതയിലൂടെ ലഭ്യമാക്കാനുള്ള സാധ്യത കുറവാണ്. കാര്യം ഇതിൻ്റെ വിലയാണ്. പക്ഷേ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്കും പല ഇൻഷുറൻസ് കമ്പനികൾ ഈ ചികിത്സയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരം വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ ബയോളജിക്കൽ ചികിത്സ ഇപ്പോൾ പൂർണ്ണമായി ആസ്മ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രധാന മാർഗമായിട്ടാണ് കാണുന്നത്. കുട്ടികളിൽ ഉണ്ടാകുന്ന ആസ്മ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില കാലഘട്ടങ്ങളിൽ അത് പൂർണ്ണമായും അപ്രത്യക്ഷമാകും. പിന്നെ ജീവിതത്തിൻ്റെ മറ്റേതെങ്കിലും ദശകളിലായിരിക്കും വരുന്നത്. പ്രായമായവർക്ക് ഇത് പ്രധാനമായിട്ട് അവരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഏത് വസ്തുവാണ് ഈ ആസ്മ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുമായിട്ടുള്ള എക്സ്പോഷർ കുറയ്ക്കുകയാണെങ്കിൽ നല്ലൊരു പരിധിവരെ ആസ്മ ഉണ്ടാകുന്ന സാഹചര്യം കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇൻഹേലർ മരുന്നുകൾ പതിവായിട്ട് ഉപയോഗിക്കുക. അതിതീവ്രമായ ആസ്മ ഉള്ളവർക്കാണ് നമ്മൾ നെബുലൈസേഷൻ കൊടുക്കുന്നത്. നെബുലൈസേഷൻ തീർച്ചയായിട്ടും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കും. അല്ലാതുള്ള അവസരങ്ങളിൽ ഇൻഹേലർ മരുന്ന് ഉപയോഗിക്കുന്നതാണ് ഉത്തമം. ഈ രീതിയിൽ ആസ്മ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ച്
നിർത്താവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വരും കാലങ്ങളിൽ ഇതിലും മെച്ചമായ മരുന്നുകൾ ലഭ്യമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രോഗത്തിന് മൂലമുണ്ടാകുന്ന സകല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നല്ലൊരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്തി ശരിയായ രീതിയിലുള്ള ജീവിതം നടപ്പിലാക്കാൻ നമ്മുടെ വ്യക്തികൾക്ക് സാധിക്കും.